ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന വജ്രായുധമാണ് ഹോർമൂസ് കടലിടുക്ക്. 167 കിലോമീറ്റർ അഥവാ 104 മൈൽ നീളം, 39 കിലോമീറ്റർ മുതൽ 97 കിലോമീറ്റർ വരെ വീതി, 60 മീറ്റർ അഥവാ 200 അടി ആഴം. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ വഴിയെ ഇത്രയും ഭയപ്പെടുന്നത്? ഇസ്രായേലും ഇറാഖും തമ്മിലുള്ള വാർ തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് ഹോർമൂസ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഈ കടലിടുക്കിനെ ഇത്ര പ്രാധാന്യത്തോടെ നോക്കുന്നത്? ദ ബ്ലാക്ക് ഗോൾഡ് അഥവാ എണ്ണ. ലോകത്തൊരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. അതായത് പ്രതിദിനം ഏകദേശം 21 ദശലക്ഷം ബാരൽ എണ്ണ. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളുടെ എണ്ണ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തണമെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നേ തീരൂ. എണ്ണ മാത്രമല്ല, LNG ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് വിതരണവും ഇതിലൂടെ തന്നെയാണ്. ഈ വഴിയുടെ തടസ്സം ലോക ഊർജ്ജ വിതരണ ശൃംഖല അപ്പാടെ തകരും. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളെ സാരമായി അത് ബാധിക്കും. നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്ന എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിൽ പകുതിയിലധികം വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഈ വഴി ഇറാൻ അടച്ചാൽ എണ്ണയുടെ വിതരണം കുറയുകയും ആവശ്യത്തിന് എണ്ണ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവിക വില വർധന ഉണ്ടാവുകയും ചെയ്യും. പെട്രോൾ, ഡീസൽ വില കൂടുമ്പോൾ വാഹന ഗതാഗത ചാർജുകളും കൂടും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുന്നു.